മേയർ വി രാജേഷിനെ വെട്ടിയതാരാണ്? ബി.ജെ.പിയിൽ കുബുദ്ധി കലാപം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം 4 പതിറ്റാണ്ടിന് ശേഷം പിടിച്ചെടുത്ത ബി.ജെ.പിക്ക് ഇത് ചരിത്ര നിമിഷമായിരുന്നു. പക്ഷേ ആ ചരിത്രത്തിന്റെ ഭാഗമാകേണ്ട മേയർ വി രാജേഷിനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പട്ടികയിൽ നിന്ന് വെട്ടിയതാരാണ്? ആചാരവേഷമണിഞ്ഞ് മോദിയെ സ്വീകരിക്കാൻ കാത്തിരുന്ന രാജേഷിന് അവസരം നിഷേധിച്ചതിന് പിന്നിൽ സ്വന്തം പാർട്ടിയിലെ ഒരു മുതിർന്ന കുബുദ്ധിയാണോ? ആദ്യം മേയറാകാതിരിക്കാൻ നോക്കി, പരാജയപ്പെട്ടു. ഇപ്പോൾ RSS താൽപര്യപ്രകാരം മേയറായ രാജേഷിനെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാൻ പാർട്ടിയിലെ ഒരു ഉന്നത നേതാവ് ചരടുവലിച്ചു എന്നാണ് സൂചന. 22 പേരുടെ പട്ടിക സംസ്ഥാനം നൽകിയിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിരിച്ചയച്ച ലിസ്റ്റിൽ മേയറുടെ പേര് ഉണ്ടായിരുന്നില്ല. രാജേഷിനെ ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പോലും സ്വീകരണ പട്ടികയിൽ നിന്ന് തന്ത്രപരമായി മാറ്റി നിർത്തി. വിമാനത്താവളത്തിൽ പോയാൽ സുരക്ഷാ കാരണങ്ങളാൽ റെയിൽവേയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന സാങ്കേതിക തടസ്സം ബോധപൂർവം സൃഷ്ടിച്ചു. മേയർ റെയിൽവേ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാതിരുന്നിട്ടും ആ നേതാവ് വാശി പിടിച്ചു. കോർപ്പറേഷന്റെ വികസന രേഖ പ്രഖ്യാപിക്കാനുള്ള രാജേഷിന്റെ നീക്കവും ഇതേ നേതാവ് തടഞ്ഞതായതാണ് വിവരം. ബി.ജെ.പിയിലെ ഈ ഗ്രൂപ്പ് പോര് RSS നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ ചരിത്ര വിജയം ആഘോഷിക്കേണ്ട സമയത്ത് സ്വന്തം മേയറെ കാലുവാരുന്നത് ഗൗരവത്തോടെയാണ് സംഘം കാണുന്നത്. 4 വർഷം മുൻപ് മേയർ ആര്യ രാജേന്ദ്രൻ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തെ മറികടക്കാൻ ശ്രമിച്ചതുപോലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് വിട്ടുനിന്നതെന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും അണികൾക്കിടയിൽ പുകയുന്ന പ്രതിഷേധം അടങ്ങുന്നില്ല. വിവാദം ഭയന്ന് രാജേഷ് തന്നെ നേരിട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പുത്തരിക്കണ്ടത്ത് സ്വീകരിക്കാനാണ് തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പുകയുന്നത് വലിയൊരു അഗ്നിപർവ്വതമാണ്. ഈ കുബുദ്ധികൾക്ക് RSS എന്തു മറുപടി നൽകും? കാത്തിരുന്ന് കാണാം.